വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വേണമെന്ന് താല്പര്യപ്പെടാത്തവർ ആരും തന്നെയില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരും പ്രതിഫലം ആഗ്രഹിച്ചിരുന്നു. കർത്താവ്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? മത്തായി 19:27. നിന്നെ അനുഗമിക്കുന്ന ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടുമെന്ന പത്രോസ് ഇവിടെ ചോദിച്ചത്. കർത്താവിൻ്റെ മറുപടി, എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. മത്തായി 19:28. കർത്താവിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് സിംഹാസനം ലഭിക്കുമെന്ന് കേട്ടപ്പോൾ സെബദി മക്കൾക്കൊരാഗ്രഹം, കർത്താവിൻ്റെ വലതും ഇടതുമുള്ള സിംഹാസനത്തിൽ ഇരിക്കണം. അതായത് മറ്റു ശിഷ്യന്മാരെക്കാൾ പ്രഥമ സ്ഥാനം വേണം. ഇന്ന് വിശ്വാസിയുടെ ചിന്തയും ഇത് തന്നെയാണ്. പള്ളിയിൽ, കൂട്ടായ്മയിൽ എല്ലാം പ്രഥമ സ്ഥാനം വേണം. സെബദി മക്കൾ എന്തുകൊണ്ടായിരിക്കാം പ്രഥമ സ്ഥാനം ആഗ്രഹിച്ചത്? അതിന് ചില കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, അവരുടെ സാമ്പത്തിക നില. കർത്താവ് അവരെ വിളിക്കുമ്പോൾ അവർ അപ്പനോടും കൂലിക്കാരോടും കൂടെ വലവീശുകയായിരുന്നു. അതായത് അവർക്ക് കൂലിക്കാരെ വെച്ച് മീൻ പിടിക്കത്തക്ക സാമ്പത്തിക നില ഉണ്ടായിരുന്നു. മർക്കോസ് 1:20. എന്നാൽ പത്രോസിനും അന്ത്രയോസിനും കൂലിക്കാരില്ലായിരുന്നു. അവർ ഇരുവരും തനിയെ വലവീശുമ്പോഴാണ് കർത്താവ് വിളിച്ചത്. മർക്കോസ് 1:18. സാമ്പത്തികമായി ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തങ്ങളാണ് മുമ്പന്മാരെന്ന ചിന്ത സെബദി മക്കളായ യാക്കോബിലും യോഹന്നാനിലും പ്രഥമ സ്ഥാനം വേണമെന്നുള്ള ചിന്ത ഉളവാക്കി. അവർ കർത്താവിൻ്റെ വലതും ഇടതും ഇരിക്കുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. സാമ്പത്തിക സ്ഥിതിയാണല്ലോ പല വിശ്വാസികളും പ്രഥമ സ്ഥാനത്തിനു വേണ്ടിയുള്ള പ്രേരണയിൽ നിൽക്കുന്നത്. പ്രഥമ സ്ഥാനത്തിനു വേണ്ടിയുള്ള നോട്ടം എപ്പോൾ നമ്മളുണ്ടാവുമോ അപ്പോൾ നാം പരീക്ഷകൻ്റെ വലയിൽ കുടുങ്ങിപ്പോകും. 2, സകലതിനെ ഉപേക്ഷിച്ചവർ. പടകിനെ വിറ്റു, അപ്പനെ വിറ്റു, കൂലിക്കാരെ ഉപേക്ഷിച്ചു, സമ്പത്തെല്ലാം ഉപേക്ഷിച്ചവരാ ഞങ്ങൾ. സകലവും വിട്ട് യേശുവിനെ അവർ അനുഗമിച്ചു എന്ന് ലൂക്കോസ് 5:11 പറയുന്നുണ്ട്. യേശുവിൻ്റെ വിളിക്ക് അവർ നൽകിയ വില വളരെ വലുതായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചവർ, എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ച ഞങ്ങൾക്ക് പ്രഥമസ്ഥാനം വേണം എന്ന അവർ ചിന്തിച്ചത്. അതിന് ഞങ്ങൾ യോഗ്യരാ. ഈ ചിന്ത നമ്മിലുമുണ്ടായിട്ടില്ലേ? 3, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേക സ്ഥാനം ലഭിച്ചവരായിരുന്നു ഇവർ. കർത്താവ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പല അവസരങ്ങളിലും തന്നോടൊപ്പം കൂട്ടിയിരുന്നു. അതായത് ഇവർ മൂവരും ഇന്നർ സർക്കിളിൽ ഉള്ളവരായിരുന്നു. മറുരൂപമലയിലെ കർത്താവിൻ്റെ രൂപാന്തര അനുഭവത്തിൻ്റെ സാക്ഷികളായിരുന്നു ഇവർ മൂവരും. മത്തായി 17:1. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ കർത്താവിനോടൊപ്പം ബാലയുടെ മുറിയിൽ പ്രവേശിച്ചത് ഈ മൂവരുമായിരുന്നു. ലൂക്കോസ് 8:51. കർത്താവ് തന്നെ ഈ വിധത്തിൽ അവരോടൊപ്പം തങ്ങളെ കൂട്ടിയത് മറ്റ് ശിഷ്യന്മാരെക്കാൾ ഞങ്ങൾ ഉയർന്നവരാണ് എന്ന ചിന്തയിൽ അവരെ കൊണ്ടെത്തിക്കുകയും യാക്കോബിനും യോഹന്നാനും പ്രഥമസ്ഥാനം വേണമെന്നുള്ള താല്പര്യം ഉളവാകുകയും ചെയ്തു. ഈ ചിന്ത തന്നെ നമ്മിലും ഉണ്ടാകാറില്ലേ? മത്തായി 20:20. സെബദി മക്കളെ പോലെ നാം ചിന്തിച്ചിട്ടില്ലേ? എനിക്ക് സമ്പത്തുണ്ട്, പാരമ്പര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ പ്രഥമ സ്ഥാനം വേണം. ഇത് ലോകത്തിൻ്റെ ചിന്തയാണ്. ഈ ചിന്തയിൽ നിന്ന് അവരെ ഉണർത്തുവാൻ കർത്താവ് ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? മർക്കോസ് 10:38. അതായത് ഞാൻ ഏൽക്കുന്ന കഷ്ടതയുടെ പാനപാത്രം സ്വീകരിപ്പാൻ നിങ്ങൾ ഒരുക്കമുള്ളവരോ? ഇവിടെ പാനപാത്രം കർത്താവ് അനുഭവിപ്പാനായി പോകുന്ന ക്രൂശാണ്. ക്രൂശിൻ്റെ പാതയാണ് മഹത്വത്തിലേക്കുള്ള വഴി.
കർത്താവ് അനുഭവിപ്പാൻ പോകുന്ന കഷ്ടതയുടെയും മരണത്തിൻ്റെയും കൈപ്പേറിയ അനുഭവം എന്നോടൊപ്പം പങ്കിടാമോ എന്ന കർത്താവ് ചോദിച്ചത്. അർത്ഥം മനസ്സിലാക്കാതെയുള്ള അവരുടെ മറുപടി കഴിയുമെന്നായിരുന്നു. ദൈവരാജ്യത്തിൽ സ്ഥാനവും മാനവും വേണമെങ്കിൽ കർത്താവ് സ്വീകരിച്ച ക്രൂശ് സ്വീകരിപ്പാൻ തയ്യാറാവണം. ക്രൂശില്ലാതെ കിരീടം ലഭിക്കില്ല. പാനപാത്രം കുടിപ്പാൻ തയ്യാറെന്ന് പറഞ്ഞ യാക്കോബ് ശിഷ്യന്മാരുടെ സംഘത്തിലെ ആദ്യ രക്തസാക്ഷിയായി. അപ്പോസ്തല പ്രവൃത്തി 12:1-2 വാക്യങ്ങൾ. യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. കർത്താവിനോട് പറഞ്ഞതുപോലെ സെബദി മക്കൾ കഷ്ടതയുടെയും മരണത്തിൻ്റെയും അനുഭവത്തിൽ കൂടി കടന്നുപോയി. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിപ്പാൻ, ക്രൂശിൻ്റെ സാക്ഷികൾ ആയി തീരുവാൻ ഒരുക്കമുള്ളവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രഥമസ്ഥാനം ലഭിക്കുന്നത്. കർത്താവേ, കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രം ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാനുള്ള ആത്മബലം എനിക്കും തരണമേ. ആമേൻ.